രണ്ട് വീടുകളും വിവാഹത്തിനായി ഒരുങ്ങി. ഇന്നാണ് വിവാഹത്തിന്റെ തലേ ദിവസം. നന്ദയെ പിടിച്ചിരുത്തി കയ്യിലായി മെഹന്തി ഇടുവാണ് അമ്മ. മെഹന്തി ഇടുന്നതിനൊക്കെ അമ്മ എക്സ്പേർട്ടാണ്. നീ നന്ദ പേരെന്തെഴുതണം? കയ്യിലായി മെഹന്തി ഇട്ട് കഴിഞ്ഞ അമ്മ ചോദിച്ചു. പേരൊക്കെ എഴുതണം. ഇത് മതി പെണ്ണേ. പോരാ പോരാ, പേരും കൂടി വേണം. ഒരു നിമിഷം നന്ദ ഒന്ന് ആലോചിച്ചു. ഏവി എന്ന് എഴുതിയാൽ മതി. ആ, ഏവി എങ്കിൽ ഏവി. മനോഹരമായി അവളുടെ കയ്യിൽ അമ്മ ഏവി എന്ന് എഴുതി. എങ്ങനെയുണ്ട്? നന്ദ രണ്ട് കൈയിലേക്ക് നോക്കി. അതിമനോഹരമായി അമ്മു ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. സന്തോഷത്തോടെ ഏവി എന്ന വാക്കിൽ കണ്ണുകൾ തറപ്പിച്ച് നന്ദ മറുപടി നൽകി. കുറച്ച് കഴിഞ്ഞ് കഴിക്കളഞ്ഞാൽ മതി. കയ്യിലെ മെഹന്തിയുടെ ചോപ്പ് കൂടുവാണെങ്കിൽ കെട്ടാൻ പോകുന്നയാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? നന്ദ ആകാംക്ഷയോട് ചോദിച്ചു. ആ, അങ്ങനെ പറയാറുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം കൈ കഴുകിയത് നന്ദ കൈകളിലേക്ക് നോക്കി. നല്ല കടു നിറത്തിലായി കയ്യിലെ മെഹന്തി. വലത് കയ്യിൽ എഴുതിയ ഏവി എന്ന പേരിൽ ഒരു പുഞ്ചിരിയോട് അവൾ തലോടി. നന്ദയുടെ വീട് ടീ പാർട്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വീട് ഫുൾ LED ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു. റോസ് പിങ്ക് എംബ്രോയിഡറി സാരിയായിരുന്നു നന്ദയുടെ വേഷം. അതിലവൾ അതിസുന്ദരിയായിരുന്നു. രാത്രിയായതും ആദിയുടെ തറവാട്ടിൽ നിന്ന് അഭിരാമി വൈഷ്ണവി കുറച്ചു പേരും നന്ദയുടെ വീട്ടിലേക്ക് വന്നു. കല്യാണപ്പുടവ കൈമാറി. നന്ദയെ ചേർത്ത് നിർത്തി കുറെ ഫോട്ടോസ് എടുത്തിട്ടാണ് അഭിരാമി തിരിച്ചുപോയത്. ഫോണിൽ അഭിരാമി അയച്ചെന്ന നന്ദയുടെ ഫോട്ടോ നോക്കി പുൻസിരിയോട് ആദ്യ ബെഡിലേക്ക് ചാടി. പ്രണയം നിറഞ്ഞ കണ്ണുകളാൽ അവൻ ആ ഫോട്ടോയിൽ മിഴികൾ നട്ടിരുന്നു. ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാൽ ദേവ ഈ റൂമിൽ എന്നോടൊപ്പം കാണും. ആ ഓർമ്മയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. ഫോണെടുത്ത് നന്ദയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. അവളുടെ ശബ്ദം ഒരു കുളിർമഴയായി അവൻ്റെ കാതിലേക്ക് പെയ്തിറങ്ങി. ഉറങ്ങിയില്ലേ? അവളില്ലെന്ന് മൂളി. അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞോ? എന്ത് പറഞ്ഞാലും മൂളത്തേ ഉള്ളൂ. അല്ല, നാളെ ഇവിടേക്കല്ലേ വരുന്നു. ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം. ആദിയുടെ വാക്കുകൾ അവളിലൊരു വിറയൽ പടർത്തി. അതറിഞ്ഞെന്നപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ച്. ഉറങ്ങൂ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ആദ്യം ഫോൺ കട്ടാക്കി ഗ്യാലറിയുള്ള അവളുടെ ഫോട്ടോ നോക്കി അതിലേക്ക് ചുണ്ടമർത്തി. ഇന്നാണ് കല്യാണ ദിവസം. രാവിലെ തന്നെ അമ്മുവും നന്ദയും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു. കുറച്ചു നേരത്തിന് ശേഷം ആദ്യം ഏർപ്പാട് ചെയ്ത ബ്യൂട്ടീഷ്യൻ വന്ന് നന്ദയെ ഒരുക്കി. റാണി പിങ്ക് കളറിലെ കാഞ്ചീപുരം സിൽക്ക് സാരിയിലും ലൈറ്റ് മേക്കപ്പിലും നന്ദ തിളങ്ങി. ഒരുങ്ങിയിറങ്ങി വന്ന തന്റെ മകളെ മോഹനൻ കൺകുളിർക്കെ കണ്ടു. ഒരു തുള്ളി കണ്ണീർ അയാളുടെ കണ്ണിൽ നിന്ന് നടന്നു വീണു. ചുമരിലായി തൂക്കിയിട്ടേക്കുന്ന ഫോട്ടോയിലേക്ക് അയാൾ നോക്കി. നമ്മുടെ മോളുടെ കല്യാണാണെന്ന് കേട്ടു. നിന്റെ അനുഗ്രഹം വേണം. നന്ദ അടുത്തേക്ക് വന്നു അയാൾ കണ്ണുകൾ ഇറുകിയടച്ച് തുറന്നു. അച്ഛയുടെ മോള് സുന്ദരിയായിട്ടുണ്ട്. നന്ദയെ ചേർത്തിരുത്തി നെറ്റിലായി നുകർന്നയാൾ പറഞ്ഞു. മുതിർന്നവരെല്ലാം ദക്ഷിണ നൽകി. സമയമായതും എല്ലാവരും കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു. സർവാഭരണ വിഭൂഷിതയായി അഷ്ടമംഗലത്തിന് പിറകിലായി വരുന്ന നന്ദയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. അവളെ കണ്ടതും മണ്ഡപത്തിലിരുന്ന ആദിയുടെ കണ്ണുകൾ തിളങ്ങി. ചെറുചിരിയോടെ അവൻ അവളെ നോക്കി. ആദിയുടെ നോട്ടത്തെ പിന്തുടർന്ന പ്രീതിയുടെ കണ്ണുകൾ നന്ദയിൽ ഉടക്കിയതും അവളിൽ അസൂയ മുളപൊട്ടി. പല്ലുകൾ ഞെരിച്ചമർത്തി അവൾ ദേഷ്യമടക്കി. ഭഗവാനെയും സദസ്സിനെയും തൊഴുത് നന്ദ ആദിയുടെ അടുത്തായിരുന്നു. ആദി അവൾ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. നന്ദ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചത് അവനെ കണ്ട് ഞെട്ടിപ്പോയി. നീലക്കണ്ണുകളോ? അവൻ നേരെ നോക്കാൻ കണ്ണു കാണിച്ചു. അവൾ പകപ്പോടെ നേരെയിരുന്നു. മുഹൂർത്തമായതും പൂജാരി പൂജിച്ച താലി ആദിക്ക് കൈമാറി. അഭിരാമി നന്ദയുടെ മുടിവൊക്കി കൊടുത്തു. ആദിദേവിന്റെ താലി നന്ദയുടെ കഴുത്തിലായി വീണു. 3 കെട്ടുകൾ മുറുകുന്നതിനിടെ അവന്റെ ചുടുശ്വാസവും സ്പർശനവും നൽകുന്ന കുളിരിൽ അവളുടെ ഹൃദയമിടിപ്പുയർന്നു. കണ്ണുകൾ അടച്ചവൾ പ്രാർത്ഥിച്ചു. ആദ്യ ഒരു പുൻസിരിയോടെ 3 കെട്ടും കെട്ടി അവൾ നോക്കി. പരസ്പരം ഹാരം കൈമാറി അവന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി അവൾ പുടവ സ്വീകരിച്ചു. സീമന്തരേഖയിൽ നീളത്തിൽ സിന്ദൂരം ചാർത്തിയതും നന്ദയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കന്യാദാനത്തിനുള്ള സമയമായതും മോഹനൻ മണ്ഡപത്തിലേക്ക് കയറി നന്ദയുടെ കൈകൾ ആദിയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഫോട്ടോസ് എടുത്തു തുടങ്ങി. സദ്യയുടെ സമയമായതും ആദിയെയും നന്ദയും ഒരുമിച്ചിരുന്നു. കാറ്ററിംഗ് പോയി അവരുടെ മുമ്പിലായി ഒരു ഇല വിരിച്ചു. അപ്പോഴേക്കും ക്യാമറ ചേട്ടന്മാരും അഭിരാമിയും അമ്പവും സഞ്ജയും അവിടേക്ക് എത്തി. ചോറും കറികളും വിളമ്പി. ചടങ്ങുകളും തെറ്റിക്കണ്ട, പരസ്പരം വാരിക്കൊടുത്തേ, സഞ്ജയ് പറഞ്ഞതും നന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളൊരു പകപ്പോടെ ആദിയെ നോക്കിയതും അവനൊരു പുഞ്ചിരിയോടെ ചോറും കറിയും ചേർത്ത് അവൾക്ക് നേരെ നീട്ടി. കഴിക്കും. അവന്റെ നോട്ടത്തിൽ അവൾ അറിയാതെ വാ തുറന്നു. അവനൊരു ചിരിയോടെ അവൾക്ക് വാരി നൽകി. ഇനി അടുത്തിയുടെ ടൈം, അഭിരാമി പറഞ്ഞു. നന്ദ ആദ്യ ദയനീയമായിട്ട് നോക്കി. കൊടുക്കെടുത്തി. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് ഒരു ഉരുള ചോറെടുത്തവൾ അവന് നേർക്ക് നീട്ടി. അവൻ വാ തുറന്നു. ഒരു ചമ്മലോട് അവൾ അവന് നൽകി. അവന്റെ ചുണ്ടിന്റെയും നാവിന്റെയും സ്പർശനം തന്റെ കയ്യിലേറ്റും നന്ദ അടിമുടി വിറച്ചുപോയി. അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി.
നാവാൽ അവളുടെ വിരലിനെ തൊട്ടുണർത്തിയവൻ ആഹാരം രുചിയോടെ സ്വീകരിച്ചു. അവൾ പെട്ടെന്ന് കൈകൾ പിൻവലിച്ച് ഇലയിലെ ചോറിലേക്ക് കൈയിട്ടിരുന്നു. പണിയെടുത്ത സന്തോഷത്തിൽ എല്ലാവരും തിരിച്ചുപോയി. ഇളക്കിക്കൊണ്ടിരിക്കാതെ കഴിക്കു പെണ്ണേ, ചെവിയോരം പതിയാവും പറഞ്ഞു നന്ദ പിടപ്പോടെ അവനെ നോക്കി. അവൻ സദ്യയിലേക്ക് കണ്ണാണിച്ചതും അവൾ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു. ഇറങ്ങാൻ സമയമായതും നന്ദ മോഹന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. മകളെ പിരിയുന്ന ദുഃഖത്തിൽ അയാളുടെ കണ്ണു നിറഞ്ഞു. അവളെ ഓരോന്ന് പറഞ്ഞ് അയാൾ ആശ്വസിപ്പിച്ചു. അടുത്തു നിന്ന് ആദിയുടെ കയ്യിലേക്ക് നന്ദയുടെ വലതുകര ഏൽപ്പിച്ചു. ഒരു പാവ എൻ്റെ കുട്ടി, മോൻ പൊന്നുപോലെ നോക്കുന്നറിയില്ല, അവളെ വിഷമിപ്പിക്കരുത്. എൻ്റെ ജീവനുള്ള കാലത്തോളം നന്ദയെ ഞാൻ വിഷമിപ്പിക്കില്ല. വിഷമിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അച്ഛാ. ഒരച്ഛൻ്റെ ആകൃതയോടെ പറഞ്ഞ മോഹനെ നോക്കി ആദ്യം പറഞ്ഞത് അയാളൊരു പുൻസിരിയോടെ അവൻ്റെ തോളിലായി തട്ടി. നന്ദയെ ചേർത്ത് പിടിച്ച് അവൻ കാറിലേക്ക് കയറി. കാറെടുത്തും അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് അവൻ ആശ്വസിപ്പിച്ചു. നന്ദയുടെ അച്ഛനോട് കൈലാസം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾക്ക് കീർത്തനയുടെ ഓർമ്മകളുള്ള വീട്ടിൽ നിന്ന് വരാൻ കൂട്ടാക്കിയില്ല. തന്റെ നെഞ്ചിൽ വീണ് കണ്ണീർ വാർക്കുന്ന അവളുടെ നെറ്റിലായി അവൻ അമർത്തി ചുംബിച്ച് തലയിലായി തലോടി. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കാർ കൊട്ടാര സദൃശ്യമായ വീണ്ടുമ്പിലായി നിർത്തി. കാർ നിർത്തിയത് തന്റെ നെഞ്ചിൽ തളർന്നിരിക്കുന്നവളെ ആദ്യം തട്ടി വിളിച്ചു. അവന്റെ വിളിയിൽ അവൾ ബോധം വന്ന് പെട്ടെന്ന് തന്നെ ജാളിയതോടെ എഴുന്നേറ്റ് മാറി. ഡ്രൈവർ സീറ്റിൽ നിന്ന് സഞ്ജയ് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. അവളൊരു പകപ്പോടെ അവനെ നോക്കി. അവൻ കയ്യിൽ നിന്ന് ഹാൻഡ്കർച്ചീഫ് എടുത്ത് അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുമുഖവും തുടച്ചു കൊടുത്തു. ദേ കരഞ്ഞു കരഞ്ഞ് മുഖമെല്ലാം ചുമന്നു. ഈ മുഖം ചുമക്കുന്നത് കാണാൻ എനിക്കും ഇഷ്ടമാണ്, പക്ഷേ അതെൻ്റെ ചുംബനേൽക്കുമ്പോഴായിരിക്കണം. അവിടെ കവളിൽ ഒരു മൃദു ചുംബനം നൽകിയവൻ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് വീണ്ടും രക്തം ഇരച്ചു കയറി. പീഡപ്പോടെ അവൾ കണ്ണുകൾ മാറ്റി. അതെ രണ്ടും കൂടെ ഇറങ്ങി, വിൻഡോ ഗ്ലാസ്സിൽ തട്ടി സഞ്ജയ് പറഞ്ഞു. നന്ദ ചമ്മലോടെ ഡോർ തുറന്നു. ആദ്യം ഒരു കൂസലുമില്ലാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മറുവശത്തേക്ക് വന്ന് അവളുടെ നേരെ കൈ നീട്ടി. അവന്റെ കൈകളിൽ പിടിച്ച് അവൾ മുന്നിലേക്ക് നടന്നു. വൈഷ്ണവി നിറപുഞ്ചിരിയോടെ കത്തിച്ചു വെച്ച നിലവിളക്ക് നന്ദക്ക് കൈമാറി. നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങി വലതുകാൽ വെച്ച് അവൾ കൈലാസം വീടിന്റെ പടികൾ കയറി. പൂജാമുറിയിൽ നിലവിളക്ക് കൊണ്ടുവച്ചവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു. അടുത്തായി ആദി. വൈഷ്ണവി അവർ രണ്ടുപേരെയും കൂട്ടി ഹാളിലെ സെറ്റിയിലിരുത്തി പാലും പഴവും നൽകി. ആദി കുടിച്ചതിന്റെ ബാക്കി അവളും കുടിച്ചു. വീട്ടിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും അഭിരാമി നന്ദയെ കൂട്ടി മുകളിലേക്ക് പോയി. കൂടെ പോവാൻ നിന്ന് ആദ്യം സഞ്ജയ് പിടിച്ചു വെച്ച്. നീ ഇതെവിടേക്ക് പോകുന്നു? അല്ല എൻ്റെ പെണ്ണിന് ഞാൻ മുറി കാണിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ ആമി ചെയ്തു, നീ വന്നേ. അതും പറഞ്ഞ ആദ്യയുടെ തോളിലേക്ക് കൈകൾ ചേർത്തവൻ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയർ കയറി വലതുവശത്തായുള്ള വലിയൊരു മുറിയിലേക്കാണ് നന്ദയും ആമിയും പോയത്. ഡോർ തുറന്നു നന്ദയുടെ കണ്ണുകൾ വിടുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള വലിയൊരു മുറി. നടുവിലായി ഒരു കിങ് സൈസ് ബെഡ്. മനോഹരമായി ഇന്റീരിയർ ചെയ്തിരിക്കുന്നു. ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ ഒരു ഗ്ലാസ് ഡോർ. റൂമിനകത്ത് തന്നെ വേറെ റൂം, സൈഡിലായി ഡ്രസ്സിംഗ് റൂം, ബാത്റൂമും ഉണ്ട്. എഴുതി റൂം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നന്ദയൊന്ന് മൂളി. വാ ഞാനിത് കഴിച്ചു തരാം. അതും പറഞ്ഞ് നന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുത്തി ആഭരണങ്ങളും തലയിലെ പൂവും കെട്ടുമൊക്കെ അഴിച്ചു കൊടുത്തു. ഹോ അങ്ങനെ കഴിഞ്ഞു. എഴുതിയുടെ ഡ്രസ്സെല്ലാം വാർഡ്രോബിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പോയി ഫ്രഷ് ആയിട്ട് കുറച്ചേരം കിടന്നു, ഞാനിപ്പോൾ വരാമേ. അതിന് നന്ദയൊന്ന് മൂളി. എൻ്റെ എഴുത്തി ഇങ്ങനെ മൂളാവലും പറഞ്ഞൂടെ? അവിടെ കവളിൽ പിടിച്ചു വലിച്ചവൾ പറഞ്ഞു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അഭിരാമി താഴേക്ക് പോയത് നന്ദ പോയി വാർഡ്രോബ് തുറന്നു. അതിൽ വലത് സൈഡിലായിട്ട് ഡ്രസ്സ് കണ്ടു. നന്ദയുടെ കണ്ണ് മിഴിഞ്ഞു പോയി. സാരി, ചുരിദാർ, ധാവണിയല്ല ഒരു കുന്നോളം ഉണ്ടായിരുന്നു. എൻ്റെ ഭഗവാനെ, ഇത്രയും ഡ്രസ്സ് ഒരാൾക്ക് എന്തിനാ? എന്തുടുക്കും? ഒരു നിമിഷം ആലോചിച്ചവൾ ചുരിദാരത്ത് ഫ്രഷ് ആവാൻ കയറി. ബാത്റൂം കണ്ടത് അവൾ അമ്പരന്ന് പോയി. അവളുടെ റൂമിനോളം വലിപ്പമുള്ള ബാത്റൂം. പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയവൾ പുറത്തേക്ക് ഇറങ്ങി. കുളിച്ചു വന്നപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി. വേഗം ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. കുറച്ചേരം സംസാരിച്ചതിന് ശേഷമാണ് അവൾ ഫോൺ വെച്ചത്. ചെറിയൊരു തലവേദന തോന്നി അവൾ ബെഡിലേക്ക് കിടന്നതും ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയി. ആദ്യ റൂമിലേക്ക് വന്നു കാണുന്നു ബെഡിൽ കിടന്നുറങ്ങുന്ന തൻ്റെ പെണ്ണിനെയാണ്. അവനൊരു പുൻസിരിയോടെ ബെഡിലേക്കിരുന്നു അവളിലേക്ക് മെല്ലെ ചാഞ്ഞ് നെറ്റിയിൽ അമർത്തി മുത്തി. അവൾ ഉറക്കത്തിലൊന്ന് ചെരിഞ്ഞു കിടന്നു. അവളുടെ തലയിൽ തലോടി കുറച്ചേരം അവൻ അവിടെ ഇരുന്നു. നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന തൻ്റെ പെണ്ണിന്റെ കവിളി മെല്ലെ ചുംബിച്ചവൻ ബാത്റൂമിലേക്കായിരുന്നു. റിസപ്ഷന് സമയമായതും ആമി വന്ന് നന്ദയെ വിളിച്ചു. സോറി ആമി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നന്ദൊരു വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ ഏടത്തിയുടെ ക്ഷീണമൊക്കെ എനിക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതിനൊക്കെ സോറി പറഞ്ഞ് വന്നാലുണ്ടല്ലോ. ഒന്ന് മോക്ക് കഴിയുക, ബ്യൂട്ടീഷ്യൻ വന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നന്ദയുടെ മേലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. ആദ്യം മിഴികൾ ചിമ്മാൻ പോലും മറന്നവളെ നോക്കി നിന്നുപോയി. മിൻറ്റ് ബ്ലൂ സീക്വൻസ് എംബ്രോയിഡറി നെറ്റ് ഗൗൺ ആയിരുന്നു അവളുടെ വേഷം. ശരിക്കും ഒരു പ്രിൻസസ് പോലെ. കഴുത്തിലായി ആദി ചാർത്തിയ താലി, ഒരു ഡയമണ്ട് നെക്ലസ്. ആദിയുടെ കണ്ണുകൾ അവളുടെ സിന്ദൂര രേഖയിലായി പതിഞ്ഞു. ചുമന്നിരിക്കുന്ന അവളുടെ സീമന്തരയെ കണ്ടവൻ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. ആദിയുടെ ഭാവങ്ങളെല്ലാം കണ്ട പ്രീതി ദേഷ്യം കൊണ്ട് വിറച്ചു.
പ്രീതിയുടെ വലത് കൈയിൽ പിടിച്ച് പൂജ ആശ്വസിപ്പിച്ചു. ഇനിയും ഒന്നും കാണാനാവാതെ പൂജയുടെ കൈകൾ മാറ്റി പ്രീതി ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. നന്ദ താഴെത്തിയിട്ട് ആദ്യം അവൾ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. യുവർ ലുക്ക് ഈസ് ജോർജസ്. അവന്റെ ചുണ്ടുകൾ ഒരു മന്ത്രണം പോലെ ഇരിക്കട്ടെ. നന്ദ ചുറ്റും നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ തങ്ങളുടെ മേലെയാണ്. അവൾ അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു പോകാൻ ശ്രമിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു തന്നെ നിന്നു. കണ്ണിൽ നിന്ന് കൺമഷിയെടുത്ത് നന്ദയുടെ ചെവിക്ക് പിറകിലേക്ക് തൊട്ട് വൈഷ്ണവി പറഞ്ഞത്. നന്ദ അവരെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു. AV കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്നെയായിരുന്നു റിസപ്ഷൻ. കാറിൽ നിന്നിറങ്ങി നന്ദയുടെ വലതുകയിൽ പിടിച്ചവൻ അകത്തേക്കായിരുന്നു. എല്ലാവരുടെയും കണ്ണിൽ അവരുടെ മേലായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ചർ. അവരെ നോക്കുന്ന പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. ആദിയുടെ ബിസിനസ് ഫ്രണ്ട്സും കോളേജിൽ ഫ്രണ്ട്സും നന്ദയുടെ കോളേജിൽ നിന്ന് അവരുടെ സാറുമാരും അമ്മുവിൻ്റെ അമ്മയും നന്ദയുടെ അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ കണ്ട് നന്ദ മറ്റെല്ലാം മറന്ന് സ്റ്റേജിൽ നിന്നിറങ്ങി അച്ഛൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു. ആദ്യം ആ സമയം ഒരാളുടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ്റെ മാറോട് ഒരു കുഞ്ഞിനെ പോലെ ചേർന്നത്. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഈ പെണ്ണിത് എന്ത് അഹങ്കാരം കാട്ടിയത്? റിസപ്ഷനിലേക്ക് ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ ചാടിത്തുള്ളി ഇറങ്ങും. അതെങ്ങനെ ഈ മറ്റവൾക്ക് മയനേഴ്സ് അറിയൂ? രാധിക പുച്ഛത്തോടെ പറയുന്നിട്ട് നന്ദ മുഖമേറ്റ് നോക്കി. ശരിയാണ്, അച്ഛനെ കണ്ട സന്തോഷത്തിൽ മറ്റെല്ലാം മറന്നിറങ്ങിയതാണ്. താൻ ചെയ്ത് തെറ്റായി പോയില്ല. നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും ഒരു കൈ വന്ന് അവളെ ചേർത്തെടുത്തു. പകപ്പോടെ നോക്കി അവൾ കണ്ടത് തൻ്റെ നേരെ പ്രണയാർദ്ദുരമായ നോട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ആ നീല കണ്ണുകളാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ്റെ പുരികൻ ചുളിഞ്ഞു. അടുത്തുനിന്ന് രാധിക അവനൊന്ന് ദേഷ്യപ്പെട്ട് നോക്കിയതും അവർ പെട്ടെന്ന് തന്നെ അവിടെ തടിതപ്പി. അവൻ നന്ദയെ നോക്കി കണ്ണി ചിമ്മി കാണിച്ച് പുഞ്ചിരിച്ചു. അതവൾക്ക് ആശ്വാസമായി. അച്ഛനോട് കുറേ നേരം ആദ്യം സംസാരിച്ചു. കോളേജിൽ നിന്ന് സാറുമാരും ടീച്ചേഴ്സും എല്ലാം വന്നു. കൂട്ടത്തിൽ തന്നെ ആരോമലും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കുന്ന അവരെ കാണും തോറും അവൻ്റെ നെഞ്ചിലെ വേദന കൂടി വന്നു. എല്ലാവരും ഗിഫ്റ്റുകളെല്ലാം നൽകി ഇറങ്ങിയതും ആരോമൽ കയ്യിലുള്ള ആ ഗിഫ്റ്റ് നന്ദയെ ഏൽപ്പിച്ചു. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി. ആ സമയമെല്ലാം ആദ്യം ശ്രദ്ധിച്ചു ആരോമലെ തന്നെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിഴലിച്ച വേദന അവന് മനസ്സിലായി. ആദ്യം നന്ദയെ ചേർത്ത് പിടിച്ച് നിന്നു. സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ ആരോമലിൻ്റെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയതും രാത്രി 9 മണി കഴിഞ്ഞു. നന്ദയെ ആമിയുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. ഫ്രഷായി ഇറങ്ങിയതും അവൾക്ക് ആമിയും വൈഷ്ണവും കൂടി ഒരു സെറ്റ് സാരി ഉടുപ്പിച്ചു. ആദ്യ രാത്രി ആ ചിന്ത വന്നത് നന്ദയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞു കയറി. ഒരു പാൽ ഗ്ലാസ് കൂടി അവളുടെ കയ്യിലേൽപ്പിച്ച് നന്ദയെ ചേർത്ത് പിടിച്ച് വൈഷ്ണവി നെറ്റിയിൽ ചുംബിച്ചു. അവൾ വിളറിയ ഒരു ചിരി അവർക്ക് നൽകി. ആമി, മോളെ റൂമിലേക്കാക്കിയേക്ക്. വായെടുത്തി. നന്ദയെ ചേർത്ത് പിടിച്ച് ആമി ആദിയുടെ റൂമിലേക്ക് പോയി. അവളുടെ വിറക്കുന്ന ശരീരത്തിൽ നിന്ന് ആമിക്ക് നന്ദ അനുഭവിക്കുന്ന ടെൻഷനും പേടിയും മനസ്സിലായി. എൻ്റെ ഏടത്തി വിറച്ച് ആ പാല് ഫുള്ള് തറയിൽ വീഴല്ലോ. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് അത്ര വലിയ ഭീകരണമെന്നല്ല. ചേച്ചിയുടെ മാനസികാവസ്ഥയ്ക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്ദയെ ആദിയുടെ റൂമിലാക്കി ആമി തിരിച്ചുപോയി. നന്ദ ആ റൂം ഫുള്ള് നോക്കി. അവിടെയെങ്കിലും ആദ്യം കാണാത്ത അവളിൽ ചെറുതായിട്ടൊരു ആശ്വാസം പടർത്തി. അവൾ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ബെഡിലേക്ക് ഇരുന്നു. കയ്യിൽ ഞൊട്ട പിടിച്ചും തിരിച്ചും ഇരുന്ന് സമയം പോയി. കുറച്ചു നേരത്തിന് ശേഷം ഡോർ വെക്കുന്ന ശബ്ദം കേട്ടു. നന്ദ മുന്നിലേക്ക് നോക്കി. ആദിയെ കണ്ടതും അവളിൽ വിറയിൽ പടർന്നു കയറി. അവൻ ഡോർ ലോക്ക് ചെയ്തു. അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. ആകെ ഒരു പരവേശം തോന്നി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമേ. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞ് ഞാൻ ബാത്റൂമിലേക്ക് പോയി. നന്ദ പേടിയും പരിഭ്രമവും കൊണ്ട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ ബാത്റൂമിൽ ഇറങ്ങി ടവലെടുത്തൊരു ചെയറിലേക്ക് ഇട്ടു. അവൻ്റെ ഓരോ പ്രവൃത്തികളും നന്ദ ഇടം കണ്ടിട്ട് നോക്കി. അവൾ നോക്കുന്നവൻ കണ്ടെന്ന് തോന്നിയത് അവൾ പേടിയോടെ തലവിരിച്ചിരുന്നു. അവനൊരു ചിരിയോടെ ബെഡിലേക്കിരുന്നു. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്തു പറ്റി? ഒന്നുമില്ല, ഇവിടെ ഇരിക്കണം. ബെഡിൽ തട്ടി അവൻ പറഞ്ഞു. നന്ദ ഭിത്തിയിലേക്ക് ചേർന്ന് ബെഡിലായിരുന്നു. എന്തിനാ പെണ്ണ് ഇത്രയ്ക്ക് വിറക്കുന്നത്? അവളുടെ വിറക്കുന്ന ശരീരം ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. എൻ്റെ പെണ്ണ് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ നിന്നെ ശരീരം കൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിക്കില്ല. എന്ന് നീ മനസ്സുകൊണ്ട് അതിന് തയ്യാറാവുന്നു അന്ന് മാത്രമേ ഞാൻ നിന്നിൽ അണിഞ്ഞു ചേരുകയുള്ളൂ. അവൻ്റെ വാക്കുകൾ അവളിൽ ആശ്വാസം പകർന്നു. ടേബിളിൽ നിന്ന് പാൽ ഗ്ലാസ് എടുത്തവൻ അവൾക്ക് നേരെ നീട്ടി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. കുടിക്ക്. കുറച്ച് പാൽ അവൾ കുടിച്ചതും അവൻ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ചുണ്ടിലായി പറ്റിയിരിക്കുന്ന പാൽ തുള്ളി നാവാൽ ഒട്ടിയെടുത്തു. ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിലായി മുറുകി. നാവ് കൊണ്ട് ചുണ്ടിനെ മൊത്തം തഴുകിയവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. അവൾ കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചിരിക്കുകയായിരുന്നു. അവളുടെ ചുരുട്ടി പിടിച്ച കയ്യിൽ പിടിച്ചവൻ ഉയർന്നു വന്നു. അവളുടെ കണ്ണുകൾക്ക് മീതെ ഊരി. ചൂട് ശ്വാസത്തിൽ അവളുടെ കണ്ണുകൾ പിടഞ്ഞു.
നാവ് കൊണ്ടവൻ അവളുടെ പീലികളെ തഴുകി ഉണർത്തി. അവൾ തോള് വെട്ടിച്ചൊരു സൈഡിലേക്ക് ചെരിഞ്ഞു. അവൻ ചെറുതായി പുഞ്ചിരിച്ചു. വാ കിടക്കാം. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ കട്ടിലേക്ക് കിടന്നു. അവൾ നെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും സാരിയുടെ മറനീക്കി അവൻ അവളുടെ വയറ്റിലിരുന്ന് ഉള്ളു കൊടുത്തു. അവൾ എരിവ് വലിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. കൂടുതൽ കൂർപ്പിക്കല്ലേ, ഇതെങ്കിൽ ഞാൻ കടിച്ചെടുക്കും. അവളുടെ ചുള്ളിൽ തള്ളുവിരൽ കൊണ്ട് അമർത്തി തഴുകിയവൻ പറഞ്ഞത് അവളുടെ കണ്ണു മിഴിഞ്ഞു. കണ്ണു മിഴിക്കാതെ കിടക്കാൻ നോക്കിടി. അതും പറഞ്ഞ് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഞാനിവിടെ കിടന്നോളാം. വേണ്ട, അടങ്ങി കിടക്കാൻ നോക്ക്. അവളെ നെഞ്ചോട് അടക്കി പിടിച്ചവൻ പറഞ്ഞു. അവൻ്റെ ഹൃദയതാളം താരാട്ടായി അവൾ നിദ്രയെ പുൽകി. അവൾ ഉറങ്ങിയത് കണ്ടത് അവളുടെ നെറ്റിയിലൊന്ന് മുകർന്നവൻ കണ്ണുകൾ അടച്ചു. ഫോണിൽ നിർത്താതെയുള്ള റിംഗ് ടോൺ കേട്ട് രണ്ടുപേരും മയക്കമുണ്ടെന്നു. ആദ്യം നെഞ്ചിൽ നിന്ന് അവൾ അടത്തി മാറ്റാതെ ഒരു കയ്യാലെ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ആണോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് എത്താം. അവൻ പറയുന്ന കേട്ടതും നന്ദ ഒന്നും മനസ്സിലാവാതെ ആദ്യം നോക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അർജൻറ്റ് കേസ് വന്നു, ഞാൻ പോയിട്ട് വരാം. അവളോട് പറഞ്ഞവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വേഗം ഡ്രസ്സിംഗ് റൂമിൽ പോയി ഡ്രസ്സ് മാറി പുറത്തേക്ക് പറഞ്ഞു. അവൾ അവൻ്റെ പിറകിലായി താഴേക്ക് പോയി കിടന്നു. എന്നെ കാത്തിരിക്കണ്ട. അവളുടെ നെറ്റിയിലൊന്ന് മുത്തി കാറിലേക്ക് കയറി അവൻ പോയി. നന്ദ വീട്ടിലേക്ക് തിരിച്ചു കയറിയപ്പോൾ കാണുന്നു ജഗ്ഗിൽ വെള്ളവുമായി റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന വൈഷ്ണവിയാണ്. അവൻ എവിടെ പോയി മോളെ? ഹോസ്പിറ്റലിൽ ഒരു അർജൻറ്റ് കേസ് വന്നു. മോൾക്ക് വിഷമമായോ? നന്ദയുടെ തലയിൽ തഴുകി അവർ ചോദിച്ചു. ഇല്ലമ്മേ, അതൊക്കെ ഒരു ഡോക്ടറുടെ കടമയല്ലോ, എനിക്ക് അതിലൊന്നും വിഷമമില്ല. മോള് പോയി കിടന്നു. അവൾ റൂമിലെത്തി ഡോറ് ചാരി ബെഡിലേക്ക് ഇരുന്നു. അവൾക്ക് പിന്നീട് ഉറക്കം വന്നില്ല. ഹെഡ് റെസ്റ്റിലേക്ക് ചാരി അവൾ ഇരുന്നു. രാവിലെ ഫ്രഷ് ആയിരുന്നെങ്കിൽ നന്ദ താഴെ എന്തൊക്കെയോ ബഹളം കേട്ട് തോർത്തിക്കൊണ്ടിരുന്ന ടവൽ ചെയറിലേക്ക് ഇട്ടു. അവൾ താഴേക്ക് പോയി. ഒരുത്തി വലതുകാലം വെച്ച് കയറിയതിന്റെ ഐശ്വര്യം കണ്ടില്ലേ? അമ്മയെ കൊന്നുകൊണ്ട് ഭൂമിയിലേക്ക് വന്നല്ലേ? അത്രയ്ക്ക് ശാപം പിടിച്ച ജന്മത്തിൽ തന്നെ ആദിയുടെ ഭാര്യയാക്കിയല്ലോ. ഇപ്പൊ എന്താ, അവൻ ഹോസ്പിറ്റലുമായി. രാധികയുടെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ നന്ദയുടെ ചെവിയിൽ തുളഞ്ഞു കയറി. ഡോക്ടർക്ക് എന്തു പറ്റി? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. ഒരു താങ്ങിനായി അവൾ റെയിലിങ്ങിലേക്ക് കൈകളമർത്തി. വൈഷ്ണവി കരഞ്ഞു കളന്ന് സെറ്റിയിൽ ഇരിക്കുവാണ്. മുകളിൽ നിറങ്ങി വരികയായിരുന്ന ആമി അവളെ ചേർത്ത് പിടിച്ചു. ആഹാ, വന്നല്ലോ തമ്പുരാട്ടി. എന്തിനാടി നീ അവന്റെ ജീവിതത്തിലേക്ക് വന്ന്? ഞങ്ങളുടെ കൊച്ചിനെ കൊലക്കൊടുക്കാനോ? രാധിക മതി, എന്തൊക്കെ അസംബന്ധം നീ പറയുന്നേ? അവ ഹോസ്പിറ്റലായതിന് നീ എന്തിനാ നന്ദമോളെ പഴിക്കുന്നേ? മുത്തശ്ശ, ഡോക്ടർക്ക് എന്തു പറ്റി? അത് മോളെ, മുത്തശ്ശൻ പറയുന്ന കേട്ട് അവൾ നടുങ്ങി തെറിച്ചു.